ജഗദീഷ് അത് ചെയ്യുമോ എന്ന് ആൾക്കാർ കൊണ്ട് പറയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. മാർക്കോലത്തെ കഥാപാത്രം അങ്ങനെ തന്നെയായിരുന്നു. ഒരു 90% റിവ്യൂസും ഒക്കെ തന്നെ റിമാർക്സും ഒക്കെ തന്നെ ഗംഭീരമായി, ജഗദീഷ് ഞെട്ടിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് നല്ല റിവ്യൂസ് വന്നു. ഒരു 10% ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ജഗദീഷിനെ ആവേശം ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു, ജഗദീഷിൻ്റെ കയ്യിൽ ഭദ്രമായില്ല. അവരുടെ അഭിപ്രായത്തെ ഞാൻ പുച്ഛിക്കുന്നില്ല, അവരോട് ഞാൻ തർക്കിക്കുന്നില്ല, അതവരുടെ അവകാശമാണ്. ഇത്തരം പോസിറ്റീവ് റിവ്യൂസ് വരുമ്പോൾ എൻ്റെ കുട്ടികളാണ് ആദ്യം എന്നെ വിളിച്ച് ഇന്നാരുടെ റിവ്യൂ വന്നിട്ടുണ്ട്, നല്ലതാണ് അച്ഛാ, അത് കഴിഞ്ഞ് അടുത്ത ആളുടെ റിവ്യൂ അതും കൊള്ളാം അച്ഛാ, ഇതിങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോയിൽ ഒരു റിവ്യൂ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ജഗദീഷ് ഒരിക്കലും എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് ജഗദീഷ് എടുത്തിരിക്കുന്നത്, ഒട്ടും ശരിയായില്ല എന്ന് ഒരു റിവ്യൂ വന്നു. എനിക്ക് ഭയങ്കര ചെറിയ വിഷമം തോന്നി. ഞാൻ കുട്ടികളോട് ഇത് വിളിച്ച് പറയണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡായി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ച് പറഞ്ഞു, രമ്യ ഇങ്ങനെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛാ ഞാനും അത് കണ്ടു, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അതിനുള്ള വ്യൂസ് 957 ഉള്ളൂ. അതൊരു ആശ്വസിപ്പിക്കലാണ്. അപ്പോൾ രമ്യയിൽ ഞാൻ രമയെ കണ്ടു. രമ ഇതേപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ ഉടൻ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിന് നല്ല പോസിറ്റീവ് ക്രിറ്റിസിസം കിട്ടിയില്ല എന്നെന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും സാരമില്ലെന്ന്, ആരാണ് എല്ലാവർക്കും ഇതേപോലെ അല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്നു. ആ സ്ഥാനം ഇന്ന് കുട്ടികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. രമ്യയും സൗമ്യയും രമ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അവരെന്നെ വിളിച്ച് പറയുന്നത്.